PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഒരു പൈസ പോലും കൈപ്പറ്റിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ സർക്കാർ പണം വാങ്ങിയതുകൊണ്ട് പദ്ധതി നടപ്പാക്കാൻ നിർബന്ധിതരായെന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി എത്തുകയായിരുന്നു വി ശിവൻകുട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞ മുൻ വിദ്യാഭ്യാസ മന്ത്രി SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. PM ശ്രീ നടപ്പാക്കണമെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ നൽകണമായിരുന്നു. ഇത് LDF സർക്കാർ കൊടുത്തിട്ടില്ല എന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുകയാണെന്നും മുൻ സർക്കാർ PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയുടെ ഭാഗമാകില്ലെന്ന് കാട്ടി ആദ്യം കത്ത് നൽകിയിരുന്നു. പിന്നീട് മന്ത്രിസഭ കൂടി നടപടികൾ മരവിപ്പിക്കാൻ കഴിഞ്ഞ സർക്കാർ കത്ത് നൽകിയിരുന്നു. ഇത് സർക്കാർ രേഖയായി നിലവിലുണ്ട്. മറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് പറഞ്ഞ ശിവൻകുട്ടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ വെല്ലുവിളിക്കുന്നെന്നും പറഞ്ഞു. അതേസമയം PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ച് പണം കൈപ്പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ തുടരാൻ നിർബന്ധരാകുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഉപസമിതി റിപ്പോർട്ടിന് ശേഷമേ തുടർ നടപടി ഉണ്ടാകുകയുള്ളൂവെന്നും VD സതീശൻ വ്യക്തമാക്കി. നിലപാട് നിശ്ചയിക്കാൻ വേണ്ടിയാണ് മന്ത്രിസഭ ഉപസമിതി. ആദ്യ 100 ദിന കർമ്മ പദ്ധതി ജൂലൈ 1 മുതൽ നടപ്പിലാക്കും. PM ശ്രീയിൽ BJP ഇതര സംസ്ഥാനങ്ങളുമായി ഒരുമിച്ച് നീങ്ങും. കേരളത്തിന്റെ അവകാശങ്ങളെ ഹനിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് നീക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.